എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം കേട്ടോ? മാനുഷിക ജീവിതത്തിനെ കുറിച്ചൊരു പടമാണ്. അതായത് സ്നേഹിച്ച് കഴിയുക എന്നുള്ളൊരു മെസ്സേജ് തരുന്നുണ്ട്. ജേർണറാണ് പടം, കോമഡിയാണോ ത്രില്ലറാണോ? കോമഡി വിത്ത് ത്രില്ലറാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ? കുഴപ്പമില്ല. സുരാജ് നന്നായിട്ട് അഭിനയിക്കുന്ന നല്ലൊരു. ഓക്കെ, എടുത്തു പറയേണ്ടത് എന്താ അവിടെ? എടുത്തു പറയാൻ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള രീതിയിൽ കാഴ്ചപ്പാടുള്ള ഒരു പടമാണ്. ഓക്കെ, ഏകദേശം കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും നന്നായിട്ടിരുന്ന് ഉറങ്ങി. നന്നായൊരു ഒരു ഇതില്ലാത്തത് കോമഡി എന്ന് ഇക്ലിയാക്കിയാൽ പോലും ചിരിക്കാം. അങ്ങനത്തെ കോമഡിയാണ്. ഒരു രസമില്ല, കൊള്ളത്തില്ല. ട്രെയിലറും അതിലൊരു പാട്ടൊക്കെ കണ്ടിട്ടാണ് ഞാൻ കയറിയത്. പിന്നെ അതിൽ പാട്ടുകളുണ്ട്, നല്ല പാട്ട്. പിന്നെ ആ ഒരു വിനായകൻ്റെ ആ ഒരു ഡാൻസൊക്കെ കാണിക്കുന്നതല്ലേ, അത് മാത്രമേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടി കഥയായിട്ടും കഥയും തിരക്കഥയും മോശം. അതുകൊണ്ട് അങ്ങനെ ഒന്നും കൊള്ളില്ല. മൊത്തത്തിൽ ഒരു വട്ടപ്പൂച്ച എന്ന് വേണമെങ്കിൽ പറയാം. അവർ രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചു. രണ്ടുപേരും നല്ല അഭിനേതാക്കളാണല്ലോ. പിന്നെ കൂടെ അഭിനയിച്ച കുറേ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഥയുടെ പോരായ്മ, കഥ കൊള്ളില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയ ഒരു ഇതിൽ തന്നെ എൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെയാണോ അതുള്ളത് അത് അതിൽ തന്നെ അങ്ങ് ചെന്ന് അവസാനിച്ചേക്കാം. കൊള്ളില്ല, ഒരു വായിക്ക് കൊള്ളില്ല. സിനിമ യാതൊരു തരത്തിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റാതെ ട്രെയിലർ കണ്ടിട്ടാണ് ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചായിരുന്നു. പ്രത്യേകിച്ച് വിനായകൻ്റെ ആ ഒരു ക്യാരക്ടർ, രണ്ടുപേരും നമ്മളൊരു കോൺഫ്ലിക്റ്റ്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. ട്രെയിലറിലാണ് നല്ല രീതിയിൽ ട്രെയിലർ കണ്ട് നല്ല വന്നിട്ടുണ്ട്. പക്ഷേ സിനിമ തുടങ്ങി അത് പേരെഴുതി കാണിക്കുന്നത് മുതൽ അവസാനം വരെ യാതൊരു തരത്തിലും കുറേ കണ്ടം വെച്ച കോട്ടം നമ്മൾ പറയുന്നതല്ല, കുറേ രംഗങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു ബന്ധവുമില്ലാതെ അന്തവും കുന്തവുമില്ലാതെ ഇങ്ങനെ വരുന്നു. അനാവശ്യമായിട്ട് ഒത്തിരി സീനുകൾ സിനിമയിലേക്ക് വന്നു പോകുന്നുണ്ട്. തമാശ ആയിട്ട് അവർ ഉദ്ദേശിച്ചത് ഒന്നും ഒരു രീതിയിലും വർക്കൗട്ടായിട്ടില്ല. അങ്ങനെ എന്തുകൊണ്ടും ഒരു ദഹിക്കാതെ പോയ ഒരു സിനിമ. ഇത്രയും മോശം സിനിമ ഞാൻ ഈ വർഷം തീർച്ചയായിട്ടും കണ്ടിട്ടില്ല. ഈ വർഷം കണ്ട സിനിമകളിൽ ഇഷ്ടമുള്ളത്, ഇഷ്ടപ്പെട്ടവ, ഇഷ്ടപ്പെടാത്തവ എന്നുള്ളൊരു ഗണത്തിലായിരുന്നു ഇത്രയും നാൾ ഞാൻ കണ്ട സിനിമകളെല്ലാം പെടുത്തിയിരുന്നത്. ഈ വെറുപ്പിച്ച സിനിമ ആദ്യമായിട്ടാണ് ഈ വർഷം ഇതുവരെ കണ്ടിട്ടുള്ളത്. യാതൊരു തരത്തിലും ഒന്നും പറയാനില്ല. കാരണം ഷിറ്റുകളുടെ ഒരു കൂമ്പാരമാണ് സിനിമ തുടക്കം മുതൽ അവസാനം വരെ. അപ്പം നമുക്കിപ്പം ഒന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു ചങ്ങല പോലെ എല്ലാം പറയേണ്ടി വരും. അതാണ് യാതൊരു ഒന്നും എടുത്തു പറയത്തിട്ട് യാതൊരു പെർഫോമൻസ് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. വിനായകൻ തുടക്കത്തിൽ കുറച്ചൊരു പ്രതീക്ഷ വെച്ചിരുന്നെങ്കിലും പിന്നെ സിനിമയുടെ കഥയും തിരക്കഥയും അങ്ങനെ ആയിപ്പോയതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല, ആർക്കും ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു മോശം പറയുന്നതിന് വിഷമമുണ്ട്. പക്ഷേ എന്നിരുന്നാലും